നമസ്കാരം. നമ്മുടെ ഇന്നത്തെ സർക്കിട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ പെട്ടെന്നുള്ളൊരു യാത്ര. അതായത് കൊച്ചിയിൽ നിന്ന് ഏകദേശം 11:30 പുറപ്പെട്ട് ഒരു 2-2:30 ആകുമ്പോൾ എത്തപ്പെടുന്ന പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതി, പാലക്കാടൻ ജില്ലയിലെ ഏറ്റവും മനോഹരമായ സ്ഥലം. നമ്മളിപ്പോൾ NH 540 യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മണിയായപ്പോഴാണ് നമ്മൾ കുതിരാൻതുരങ്കം എന്ന് കടന്നു പോകുന്നത്. കുതിരാൻതുരങ്കത്തിൽ പ്രത്യേകം നമുക്കറിയാം, വളരെ കാലത്തിന് ശേഷം നമുക്ക് തുറന്നു കിട്ടിയൊരു തുരങ്കമാണ്. കാരണം വളരെ കാലം നമ്മളിത് പണിത് സമയമൊക്കെ എടുത്ത് ബ്ലോക്കൊക്കെ ആയിപ്പെട്ട് കുറേ കാലശേഷമാണ് ഇത് നമുക്ക് തുറന്ന് കിട്ടിയത്. പക്ഷേ അത് തുറന്ന് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്പേസിൽ, അതായത് വണ്ടിയൊക്കെ നല്ല 2 വണ്ടിയൊക്കെ ഒരുമിച്ച് 3 വണ്ടിയൊക്കെ ഒരുമിച്ച് അതിൻ്റെ അകത്തൂടെ പോകാം. ഏകദേശം 40 കിലോമീറ്റർ സ്പീഡൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്താണ് അവർ തന്നിരിക്കുന്നത്. എന്നാൽ പോലും വളരെ മനോഹരമായിട്ട് നമുക്ക് യാത്രയൊക്കെ ചെയ്തു പോകാം. കാരണം 2 സൈഡിൽ ലൈറ്റൊക്കെ വെച്ച് വളരെ മനോഹരമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ കാണുന്നതിനെക്കാട്ടിലും മനോഹരമായിട്ട് തന്നെയാണ് ഇവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഹോണൊന്നും അടിക്കില്ല, അതുപോലെ കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ഈ വൈദ്യുതി ലൈറ്റ് തന്നെ, കാരണം വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട്. നമ്മൾ ഹെഡ്ലൈറ്റൊക്കെ ഇടേണ്ട ആവശ്യം ഒന്നുമില്ല, കാരണം അത് വെച്ച് വെട്ടം വെച്ച് തന്നെ ഇവരെ കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് ഏകദേശം ഒരു തിരക്ക് കുറഞ്ഞൊരു ദിവസമായിട്ടാണ് തോന്നുന്നത്. കാരണം വളരെ കാലത്തെ ദിവസത്തെ മഴകൾക്ക് ശേഷം ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയാണ് നമുക്കിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മളായാലും ഇവിടുന്ന് ഏകദേശം നെല്ലിയാമ്പതി 110 കിലോമീറ്റർ 120 കിലോമീറ്റർ ഉണ്ട് നെല്ലിയാമ്പതി. അപ്പം നമ്മൾ ആദ്യം പോത്തുണ്ടി ഡാമിലോട്ടാണ് പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോത്തുണ്ടി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിലെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പം പോത്തുണ്ടി ഡാമിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്കൊരു ചെറിയ പാർക്കൊക്കെ ഉണ്ട്. ആ പാർക്കിനകത്ത് ആൾക്കാർക്ക് കുട്ടികൾക്കുള്ള ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഈ പോത്തുണ്ടി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ച് മുകളിലോട്ട് കയറിയാണ്, കുറേ മലയൊക്കെ ചെയ്താണ് ഇരിക്കുന്നത്. ഏകദേശം 1971 ഇത് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പും ജാഗിരിയൊക്കെ വെച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമ്മളായാലും ഡാമൊക്കെ കണ്ട് നേരെ നെല്ലിയാമ്പതി ഫോറസ്റ്റ് ഡിവിഷന് അങ്ങോട്ട് ചെന്ന് നെല്ലിയാമ്പതിയിലോട്ട് കയറാൻ വേണ്ടിയുള്ള, കാരണം ഇവിടുന്ന് നമുക്ക് പാസ് കിട്ടിയാൽ നമുക്ക് നെല്ലിയാമ്പതിയിലോട്ട് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ദൗർഭാഗ്യവശാൽ നമ്മൾ ചെന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. കാരണം 4 മണിക്ക് മുമ്പ് വന്നാൽ മാത്രമേ അത് കയറ്റി വിടുള്ളൂ. ഗസ് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കയറി പോകുമായിരുന്നു. നമ്മൾ അൺപ്ലാൻഡ് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ റൂമൊന്നും പ്ലാൻ ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടും നമ്മുടെ യാത്ര തിരിച്ചുവിട്ട് നാളത്തേക്ക് രാവിലെ ഒരു 9 മണിയാകുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊല്ലങ്കോട് ജില്ലയിലെ വെള്ളരിമുണ്ട് എന്നൊരു വെള്ളച്ചാട്ടം പോകാനാണ്. അപ്പോൾ ഏകദേശം ഒരു 4-5 കിലോമീറ്ററേ ഉള്ളൂ, യാത്രയേ ഉള്ളൂ. നമ്മളായാലും ഇച്ചിരി ഉള്ളിലോട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വെള്ളരിമുണ്ട് വണ്ടിയൊക്കെ നിർത്തി പതുക്കെ ഡാമിൻ്റെ സൈഡിലോട്ട് പോവുകയാണ്. കുറച്ച് നടക്കാനുണ്ട് ഡാമൊക്കെ നിർത്തിയിട്ട്, കാരണം വലിയൊരു മലയിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നതാണ്. അപ്പം ദൗർഭാഗ്യവശാൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഓപ്പൺ അല്ല, കാരണം ചില സെക്യൂരിറ്റി ഇഷ്യൂസാണ് ഓപ്പൺ അല്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഒരു അരുവിയൊക്കെ ഉണ്ടായിരുന്നു, അരുവിയിൽ ചെന്ന് ചെറുതായിട്ടൊന്ന് ദേഹമൊക്കെ നനച്ച് പതുക്കെ നമ്മൾ നാളത്തേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തു. നാളത്തെ യാത്ര എന്ന് പറഞ്ഞാൽ കൂടുതൽ നെല്ലിയാമ്പതിയെക്കുറിച്ചാണ്. കാരണം നെല്ലിയാമ്പതി കുറേ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടൊരു അൺപ്ലാൻഡ് ആയിട്ട് വന്നുകൊണ്ട് നല്ലൊരു പ്ലാൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ രാവിലെ എഴുന്നിട്ട് യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ നല്ല ചെറിയ ചെറിയ തടാകങ്ങളും അതുപോലെ ചെറിയ ചെറിയ കാടിനകത്തൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വണ്ടിയൊക്കെ സൈഡിൽ നിർത്തി നമ്മൾ അതിൻ്റെ പടമൊക്കെ എടുത്ത് മുന്നോട്ട് പോകുമ്പം ചെറിയൊരു മാനിപ്പോൾ കടന്നു പോയി. നമുക്കത് ക്യാമറ കിട്ടിയില്ല. പിന്നെ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയൊരു ഫോട്ടോ വ്യൂ ഉള്ള സ്ഥലമൊക്കെ എടുത്ത് ചെന്നു. കാരണം അതിമനോഹരമായൊരു പോർട്രേറ്റാണ് ഇവിടെ. കാരണം രാവിലെ മഞ്ഞ് ഒക്കെ ഒരു കലർന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ നമ്മൾ ചെറിയ 2-3 ഫോട്ടോയൊക്കെ എടുത്ത് നേരെ നമ്മൾ അവിടെ അടുത്തൊരു ഓറഞ്ച് ഫാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓറഞ്ച് ഫാമിലോട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് നെല്ലിയാമ്പതി തന്നെ എത്തുന്ന ഓറഞ്ച് ഫാം, കാരണം ഇവിടെ കുറേ ഫാം ചെയ്ത് നടക്കുന്ന ഓറഞ്ച്, അതുപോലെ തന്നെ ചെറിയ ചെറിയ വൃക്ഷങ്ങൾ, പിന്നെ കാണാൻ നമുക്ക് ആമ്പൽക്കുളമുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ മരങ്ങൾ, ചെറിയ ചെറിയ പൂക്കൾ എല്ലാം നമുക്കിവിടെ ഒരു നല്ല വർത്താണ്. അതായത് വലിയ 30-40 രൂപയേ ഉള്ളൂ ടിക്കറ്റിന്. എന്നാൽ പോലും ആ 40 രൂപയ്ക്കുള്ള വർത്തുണ്ട് നമുക്ക്. കാരണം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ അകത്തൂടെ തന്നെ നമുക്കൊരു 5-6 കിലോമീറ്റർ നടന്ന സൈഡുകളിലൊക്കെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. ഓരോ ചെടികൾ, അതുപോലെ തന്നെ അതിവിടെ വിപണനവും ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്ത് വിപണനം, നമുക്ക് പുറത്ത് കൗണ്ടറിൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാനും കിട്ടും. പിന്നെ നമ്മൾ ആമ്പൽക്കുളമൊക്കെ ആണെങ്കിൽ പോലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇതിൻ്റെ അകത്തോട്ടൊക്കെ കയറി ചെന്നപ്പോഴത്തേനും എല്ലാത്തും അതിൻ്റെതായ രീതിയിൽ ഇവർ മെയിൻറ്റെയിൻ ചെയ്ത്, നമ്മുടെ കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ളതാണ്.
അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഏറുമാടമൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് പറയുന്നത് കേട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഏറുമാടൊക്കെ ജസ്റ്റ് ഒന്ന് പോയി കാണാൻ നിർത്തും. ഫ്ലവറും അതുപോലെ തന്നെ എല്ലാം നിറഞ്ഞ ഒരു വഴിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങളിതിൻ്റെ ഇടയിൽ കൂടെ നടന്നപ്പോൾ തന്നെ ഇതിൻ്റെ ഓരോ ഓഫീസും എല്ലാം ഓരോ സൈഡിലായിട്ട് ഉണ്ട്. കാരണം എപ്പോൾ വേണേലും, കാരണം ഇത്രയും മനോഹരമായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ സൂപ്പർവിഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ വരും. ചെടികളൊക്കെ ആണെങ്കിലും പുല്ലുകളൊക്കെ ആണെങ്കിലും എല്ലാം വെട്ടി വൃത്തിയാക്കി വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പം ആൾക്കാരൊക്കെ ആണെങ്കിൽ പോലും രാവിലെ അങ്ങ് തുറന്നു വരും. കാരണം ഇവർക്ക് ഇവിടെ ഉൽപ്പാദനം ഉള്ളതുകൊണ്ട് ആൾക്കാർ എന്നെ അടിച്ചിട്ട് മേടിച്ചു. അപ്പം ഞങ്ങളായാലും ഒന്നും വൈകില്ല, ഞങ്ങളൊരു ജ്യൂസൊക്കെ മേടിക്കാൻ ഓർത്ത്, ജ്യൂസ് ഫ്ലേവർ ഒക്കെ മേടിക്കാൻ ഓർത്ത് ഞങ്ങളൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവറൊക്കെ മേടിച്ചു. പിന്നെ നമുക്ക് കുറേ ഫ്ലേവേഴ്സ് ഉണ്ട്, വലിയ റേറ്റൊന്നുമില്ല, 100-130 രൂപ കൊണ്ടൊക്കെ ഉള്ളൂ. അപ്പോൾ സ്കോഷിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും ഓരോന്നിനും ഓരോ റേറ്റൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ ഒന്നും നോക്കിയില്ല, 2 സ്കോഷൊക്കെ മേടിച്ച് ഞങ്ങൾ പതുക്കെ വണ്ടിക്കകത്ത് വെച്ചു. ഇവിടെ നല്ല തിരക്കാണ്, സ്കോഷും അതുപോലെ ജാമുകളും എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ നേരെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. അത് നമ്മുടെ യാത്രാമധ്യേ നമ്മൾ വണ്ടി ഒന്ന് നിർത്തിയപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കുരങ്ങൻ, അതായത് നമ്മൾ നിന്നുകൊണ്ടിരുന്ന പഴം ആശാന് വേണം. നമ്മളായാലും നമ്മുടെ കയ്യിലുള്ള പഴം ആശാന് കൊടുത്തു. അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ വണ്ടി നിർത്തിയപ്പോഴത്തേനും സൈഡിൽ വന്ന് നിൽക്കുമായിരുന്നു. കാരണം അപ്പോഴാണ് ആശാൻ പഴത്തൊലിയൊക്കെ ആയിട്ട്, സാറിന് ഇതിപ്പം മരമൊക്കെ കയറി പോകുന്നതാണ്. അതാണ് ആശാൻ മരമൊക്കെ മരം കയറി ആ പഴത്തൊലിയൊക്കെ ആയിട്ട് മരത്തെ കയറി അവിടെ ഇരിപ്പാണ്. അപ്പോൾ ഈ യാത്രാമധ്യേ കുറേ നമുക്ക് ഈ കുരങ്ങന്മാരെ കാണാൻ പറ്റും. കാരണം ഇവരെല്ലാം ഇവിടുന്ന് പ്രത്യേകം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പുറത്തുനിന്നുള്ള ആൾക്കാർ ഫുഡ് കൊടുക്കില്ലെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഇവന്മാർ അടുത്ത് വന്നിരിക്കുമ്പോൾ നമ്മളത് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മളൊരു ഓഫ് റോഡ് ട്രാവലിംഗാണ് ഇപ്പം ചെയ്യാൻ നോക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു വ്യൂ പോയിൻറ്റിലോട്ടുള്ള യാത്രയാണ് നമുക്ക്. അപ്പം മനോഹരമായ വ്യൂ പോയിൻറ്റ് നമ്മൾ എത്തിച്ചേർന്നത്. കാരണം ഏകദേശം തമിഴ്നാട് നമുക്ക് കാണാൻ പറ്റും. ഏകദേശം നല്ലൊരു ഫീറ്റിൻ മണ്ടയിലാണ് നമ്മൾ നിൽക്കുന്നത്. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു സൂയിസൈഡ് പോയിൻ്റ് എന്നും ഒരു പേരുണ്ട്. കാരണം ഇതിൻ്റെ താഴെയായിട്ട് നല്ലൊരു ആഴത്തിലുള്ളൊരു കൊക്കയാണ്. അപ്പോൾ ഏകദേശം 10-20-30 രൂപ ഇതൊക്കെയുള്ളൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വന്നേക്കുന്ന സമയത്തെല്ലാം ഇത് അടച്ചിട്ടേ. കാരണം അരുവികൾ, നമ്മൾ വെള്ളത്തിലൊക്കെ ചാടാമെന്നൊക്കെ ഓർത്തായിരുന്നു വന്നിരുന്നത്, സീതാർകുണ്ട് വെള്ളച്ചാട്ടമൊക്കെ പോകുന്നത്. പക്ഷെ ഇപ്പോൾ അവിടെ ഒന്നും ആൾക്കാരെ ഇറക്കുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ച വന്ന ആരോ പിള്ളേർ, കേരളത്തിൽ വന്ന പിള്ളേരാണ് മുങ്ങി മരിച്ചത്. അതിന് അവിടെ എല്ലാം ഇത് പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, ഈ വ്യൂ പോയിൻ്റൊക്കെ നല്ല രീതിയിലൊന്ന് വാച്ച് ചെയ്തു. കാരണം വളരെയധികം ആൾക്കാരുണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ച് മാറി നിന്ന ഇതെല്ലാം, അതിൻ്റെ വ്യൂ പോയിൻ്റ് എല്ലാം നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളേതായാലും ഇതിൻ്റെ അറ്റത്തോട്ടൊക്കെ പോയി, സൈഡിലൊക്കെ പോയി അതിൻ്റെ മരങ്ങളൊക്കെ വാച്ച് ചെയ്തു, പഴയ ഇതെല്ലാം വാച്ച് ചെയ്തു. അപ്പോൾ പതുക്കെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ പോലും ഇവിടുത്തെ കാഴ്ചകൾ കുറച്ച് കണ്ട്, കാരണം അതിന് കാണാനുള്ളൊരു വർത്തായിട്ടുള്ളൊരു സ്ഥലമുണ്ട്, നമ്മളെല്ലാം കണ്ട് നെക്സ്റ്റ് ഇതിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫ് റോഡുള്ളൊരു യാത്രയാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് നടന്ന് മുകളിലോട്ട് നമുക്ക് പോകേണ്ടി വരും. നടന്ന് ചെറിയ വെയിലുണ്ട്, എന്നാൽ പോലും തണുപ്പ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്കത് കുഴപ്പമില്ല, നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങളപ്പം നടന്ന് ഫ്രണ്ടിലോട്ട് ചെന്നപ്പോഴത്തേനും ചെറിയ കുഞ്ഞു പിള്ളേരും എല്ലാവരും നടക്കുന്നുണ്ട് മുകളിലോട്ട്. വളരെ 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 മനോഹരമായ കാര്യം. കാരണം അപ്പുറത്തൊരു മല ഇതിന് പാരലായിട്ട് നിൽക്കുന്നുണ്ട്, അവിടെ വരെ നമുക്ക് നടക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ക്ഷീണിച്ചു. വൈഫാണെങ്കിൽ പോലും നല്ല രീതിയിൽ ക്ഷീണിച്ച് ഞങ്ങൾ സൈഡിൽ ഇരിപ്പായി. ഞങ്ങൾ പിന്നെ ഒന്നും തീരുമാനിച്ചില്ല, തിരിച്ചു പോകാൻ തീരുമാനിച്ചു. തിരിച്ച് നമ്മൾ വണ്ടി നിർത്തിയപ്പോഴാണ് ചെറിയ ചെറിയ മുള്ളമ്പന്നിയുടെ കൂട്ടം. അത് കൂട്ടമായിട്ടാണ്, അതായത് അവർ ഒറ്റയ്ക്കല്ല, കൂട്ടമായിട്ട് വണ്ടി കണ്ടപ്പോഴത്തേനും അവർ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നു. അവരപ്പോഴത്തേനും ആ മുകളിൽ കൂടെ പാരലായിട്ട് നിൽക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറച്ചങ്ങ് വണ്ടി മാറ്റിയപ്പോഴത്തേനും അവർ നേരെ നമ്മുടെ ഓപ്പോസിറ്റ് വന്നു. നമുക്ക് പെട്ടെന്ന് വീഡിയോ കിട്ടിയില്ല, നമ്മുടെ ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേനും ഇതാണ്ടേ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ അവർ പാസ് ചെയ്യുകയാണ്. അവിടെ നിന്ന് പാസ് ചെയ്ത് അവർ അപ്പുറത്തോട്ട് കടക്കാൻ വേണ്ടി നോക്കുകയാണ്. നമ്മളൊന്നും നോക്കിയില്ല, നേരെ ഫ്രണ്ടിലോട്ട് എടുത്ത് ആ വ്യൂ ഒന്ന് ഇവരെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കാണാൻ വേണ്ടി എടുത്തു. അപ്പോൾ ഏകദേശം നമുക്ക് അവരെ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ കടന്നു പോകുന്നൊരു വ്യൂ കിട്ടി. വളരെ ഡേഞ്ചർ, ഇവർ ഒറ്റയ്ക്കായിട്ട് വന്ന് ആക്രമിക്കും.